بسم الله الرحمن الرحيم. فاطر السماوات والأرض جعل لكم من أنفسكم أزواجا ومن الأنعام أزواجا يذرأكم فيه ليس كمثله شيء وهو السميع البصير له مقاليد السماوات والأرض يبسط الرزق لمن يشاء ويقدر إنه بكل شيء عليم شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين ولا تتفرقوا فيه كبر على المشركين ما تدعوهم إليه الله يجتبي إليه من يشاء ويهدي إليه من ينيب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1702 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 42 അധ്യായമായ സൂറത്ത് ശൂറയുടെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള 3-ാം ദിവസ ചർച്ചയാണ് ഇന്ന്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاطر السماوات والأرض جعل لكم من أنفسكم أزواجا ومن الأنعام أزواجا يذرأكم فيه ليس كمثله شيء وهو السميع البصير له مقاليد السماوات والأرض يبسط الرزق لمن يشاء ويقدر إنه بكل شيء عليم شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين ولا تتفرقوا فيه كبر على المشركين ما تدعوهم إليه الله يجتبي إليه من يشاء ويهدي إليه من ينيب صدق الله العلي العظيم. സൂറത്ത് ശൂറയിലെ ഏതാനും ആയത്തുകളാണ്, തുടക്കത്തിലുള്ള ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പഠനം പൂർത്തീകരിച്ചതിനെ തുടർന്ന് 2 ദിവസമായി നമ്മൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾ പരിഗണിച്ചു വരികയാണ്. ഇന്നത്തോടെ ഈ ചോദ്യങ്ങൾ ബാക്കിയുള്ളത് കൂടി പരിഗണിച്ചുകൊണ്ട് ഈ സൂറത്തിന്റെ പഠനം എല്ലാ നിലക്കും നമുക്ക് പൂർത്തീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ചോദ്യം, ചിലതൊക്കെ അങ്ങ് വായിച്ചങ്ങ് പോവുകയാണ് ഞാൻ. പലപ്പോഴും അതിന് അത്രയൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. മരണശേഷം സ്വർഗത്തിൽ എല്ലാ സൗകര്യങ്ങളും ലഭിക്കും എന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഒരാൾ മരണത്തെ സ്വയം സന്തോഷപൂർവം വരിക്കും എന്നതാണ് ആ മാനസികത. ആ സൈക്കോളജിയാണ് യുദ്ധത്തിൽ ഇസ്ലാം വിശ്വാസികൾ അക്രാമകമായി ജീവനെ തൃണവൽഗണിച്ച് യുദ്ധത്തിൽ ശോഭിക്കുന്നതിന്റെ പിന്നിൽ നിലകൊള്ളുന്നത് എന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതില് പൂർണ്ണമായിട്ടും എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും ഈ നിരീക്ഷണം ശരിയാണ്. മരണശേഷം സത്യവിശ്വാസികൾക്ക് വളരെ മോഹനമായ പല വാഗ്ദാനങ്ങളും സത്യമായി പുലരും എന്ന നിലക്കുള്ള വാഗ്ദാനം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നൽകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അള്ളാഹുവിൽ വിശ്വാസമുള്ള, പാരത്രിക ലോകം യാഥാർത്ഥ്യമാണെന്ന് ബോധ്യമുള്ള ആളുകൾ അത്തരം ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ
വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തില് പ്രയത്നിക്കുന്നതും അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തില് ജീവൻ അർപ്പിക്കുന്നതും ഒക്കെ തന്നെ, മരണം വരിക്കുന്നതും ഒക്കെ തന്നെ അതില് വലിയ ആനന്ദദായകമായ ഒരു സംഗതിയായിട്ട് കാണും എന്നതിൽ സംശയമൊന്നുമില്ല. അത് മനഃശാസ്ത്രപരമായി അവരെ വീഴ്ത്തുക അല്ലെങ്കിൽ അവരെ അടിമപ്പെടുത്തുക എന്ന ഒക്കെയുള്ള ചില സൂചനകൾ അടങ്ങിയിട്ടുള്ളതിൽ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. അത് വിശ്വാസം മനസ്സിൽ കയറിയിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള ഒരു ഏർപ്പാടായിട്ടാണ് തോന്നുക. അത് അവരുടെ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയാണ്. അവര് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തെ ക്രമീകരിക്കുകയും ശരിയാക്കുകയും ചെയ്യുക മാത്രമേ അതിന് പരിഹാരമുള്ളൂ. അപ്പോ ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് യുദ്ധത്തിൽ ശോഭിക്കുന്നതും അതുപോലെ വീരശൂര പരാക്രമികളായിട്ട് പോരാടുന്നതും ഒക്കെ ഇത്തരം സൂചനകളും അല്ലെങ്കിൽ മോഹനമായ വാഗ്ദാനങ്ങളും ഒക്കെ തന്നെ അതിന് പ്രേരണയാകും എന്നതിൽ സംശയമൊന്നുമില്ല. അത് യാഥാർത്ഥ്യമാണ് എങ്കിൽ പറയുന്നതിൽ യാതൊരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. യാഥാർത്ഥ്യം അല്ലെങ്കിൽ പിന്നെ ഈ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആന് വേണ്ടി സമയം ചെലവഴിക്കലും ഒക്കെ അങ്ങനെ തന്നെയാണ്. യാഥാർത്ഥ്യമാണോ അല്ലേ എന്നത് പരിശോധിക്കുക മാത്രമേ നമ്മൾ ഇക്കാര്യത്തിൽ ചെയ്യേണ്ടതുള്ളൂ. യാഥാർത്ഥ്യമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമായി ബോധ്യപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മനഃശാസ്ത്രപരമായി ആളുകളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനും അങ്ങനെ ചെയ്യുന്ന ആൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ അവരെ കൊണ്ട് പല അയഥാർത്ഥമായ പലതിനും വേണ്ടി പോരാടാൻ സന്നദ്ധരാക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു സംഗതിയായിട്ടാണ് അനുഭവപ്പെടുക. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നുന്നു. ആദ്യം നിങ്ങള് വിശ്വാസപരമായ അടിത്തറ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക മാത്രമേ അതിൽ പരിഹാരമുള്ളൂ. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അടിസ്ഥാനരഹിതമായത് യാതൊരു തെളിവുമില്ലാത്തതുമായ നരകഭീതി പരത്തി ആളുകളെ മതത്തിൽ ചേർക്കാനുള്ള വമ്പൻ സൈക്കോളജിക്കൽ സമീപനം അതല്ലേ ഈ ആയത്തുകളിൽ കാണുന്നത് എന്നാണ്. ഇത് സൂറത്ത് ഷൂറയിലെ 44 മുതൽ 46 വരെയുള്ള ആയത്തുകളൊക്കെ ചർച്ച ചെയ്ത സമയത്ത് ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരാൾ ഉന്നയിച്ചൊരു ചോദ്യമാണ്. അപ്പോ യഥാർത്ഥത്തില് അടിസ്ഥാനരഹിതമായ യാതൊരു തെളിവുമില്ലാത്ത എന്നൊക്കെ പറയുന്ന സംഗതി, ഇതാണ് നരകഭീതി പരത്തിയ അല്ലെങ്കിൽ സ്വർഗത്തെ കുറിച്ചുള്ള പ്രലോഭനങ്ങൾ പലതും നൽകിയ കാര്യത്തിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം നിരന്തരം പരാമർശിക്കുന്നത്. അത് അടിസ്ഥാനരഹിതമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു എന്നതല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങള് യുക്തിപരമായി മനുഷ്യൻ വിഷയത്തെ സമീപിക്കുമ്പോൾ വളരെ അനിവാര്യമായി സത്യമായി പുലരേണ്ട സംഗതികളായി തന്നെ ബോധ്യപ്പെടും. അതല്ലെങ്കിൽ ജീവിതം വളരെ നിരർത്ഥകമാണ് എന്ന ഒരു ധാരണയിലേക്ക് വരേണ്ടി വരും. ഒന്നുകിൽ ഈ പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ രീതിയിൽ ആ ദിശയിൽ സഞ്ചരിക്കാൻ ഒരാള് സന്നദ്ധനാകേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ജീവിതം തന്നെ നിരർത്ഥകമായ ഒരു എക്സസൈസ് ആണ് എന്ന ഒരു ധാരണയിലേക്ക് പോകേണ്ടി വരും. അത് ഓരോരുത്തരുടെയും പടച്ചതമ്പുരാൻ തന്നിട്ടുള്ള ബുദ്ധിയുടെയും കഴിവിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ, യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. ഈ പറയുന്നത് യഥാർത്ഥമായ കാര്യങ്ങളല്ല, തീർത്തും 100% സത്യമായി പുലരാനുള്ള കാര്യങ്ങളാണ് എന്ന് ബോധ്യമുള്ള ആളുകളാണ് വിശ്വാസികൾ. അവരാണ് ഖുർആന്റെ പഠനത്തിന് കൂടുതൽ ഇത്രയും സമയം ചെലവഴിച്ചുകൊണ്ടും അതിനുവേണ്ടിയുള്ള പല പ്രയത്നങ്ങളും പലതും മാറ്റിവെച്ചുകൊണ്ടൊക്കെ അതിനായിട്ട് മുതിരുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സമയം കളയുന്ന ഒരു ഏർപ്പാട് മാത്രമാണല്ലോ. അപ്പൊ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇത് മക്കയിലെ ഖുറൈശികൾ മനസ്സിലാക്കി, പക്ഷെ ഈ ആധുനിക യുഗത്തിൽ പോലും അത് വിശ്വസിക്കുന്നവർ ഉണ്ട് എന്നതല്ലേ ഏറ്റവും വലിയ അത്ഭുതം. ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ നൽകുന്ന
മതവിദ്യാഭ്യാസം കാരണമല്ലേ സംഭവിക്കുന്നത് എന്നാണ്. ഈ സ്വർഗ നരകങ്ങളെ പരാമർശിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു തുടർ ചോദ്യമാണിത്. മക്കയിലെ ഖുറൈശികൾക്ക് ഈ പറ്റിക്കലാണ് ഈ സംഗതി എന്നത് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്നെയും ഈ ക്ലാസ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റു പലരെയും പോലെയുള്ള ആളുകള് ഇത് തട്ടിപ്പാണ് എന്നുള്ള നിലക്ക് മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഈ ചോദ്യം ഉന്നയിച്ച ആളെ അത്ഭുതപ്പെടുത്തുന്നത്. അതിന് കാരണമായിട്ട് അദ്ദേഹം മതവിദ്യാഭ്യാസത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസം നൽകി അങ്ങനെ മൗൾഡ് ചെയ്തെടുത്തതാണ്. അതിന് ഒരു പക്ഷേ ഏറ്റവും ഇദ്ദേഹം അവസാനം പറയുന്ന കാര്യം തെറ്റാണ് എന്നതിന് ഏറ്റവും ഫലപ്രദമായ ഒരു തെളിവ് എനിക്ക് തോന്നിയിട്ടുള്ള ഞാൻ തന്നെയാണ് എന്നാണ്. മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ചെറിയ പ്രായത്തില് ഇതിലൊന്നും ഒന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ലാത്ത, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അത് ആ പ്രക്രിയയില് അതിന്റെ ഫലപ്രദമായി ഭാഗമാവാതെ പോയ ഒരാളാണ് ഞാൻ. ഞാന് മുതിർന്ന് ഒരു ഡിഗ്രിയൊക്കെ പഠിച്ചു തുടങ്ങുന്ന കാലത്താണ് ഖുർആൻ പഠനത്തിലേക്ക് തിരിയുന്നതും ഏറ്റവും യുക്തിഭദ്രമായ ജീവിത ദർശനം പകർന്നു നൽകുന്ന ഒരു ദൈവിക ഗ്രന്ഥമായിട്ട് അത് ബോധ്യപ്പെട്ടുകൊണ്ട് അതില് വളരെയേറെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതൊക്കെ. അപ്പോ ചെറിയ പ്രായത്തിൽ മതവിദ്യാഭ്യാസം കിട്ടിയതിന്റെ ഒരു ഫലമായിട്ടല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയത് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ട ആളായി മാറിയത്. യുക്തിബോധം ഉണർന്ന ഒരു ഘട്ടത്തില് ആണ് ഞാൻ ഈ കാര്യങ്ങൾ പഠന വിധേയമാക്കാനുള്ള പരിശ്രമം ആരംഭിക്കുന്നതും അത് എനിക്ക് ഏറെ ഫലപ്രദമായി മാറുകയൊക്കെ ചെയ്തിട്ടുള്ളത്. മതവിദ്യാഭ്യാസം ചെറിയ പ്രായത്തിൽ നൽകുന്നത് തീർച്ചയായിട്ടും ആവശ്യമാണ്. കുട്ടികൾക്ക് അത് പ്രയോജനം ചെയ്യും. അവരുടെ ജീവിത വീക്ഷണം രൂപപ്പെടുത്തുന്നതിൽ അതിന് വലിയ പങ്കുണ്ട്. അത് ആവശ്യമാണ്. നന്മകളാണല്ലോ ആ വിധത്തിൽ കൊച്ചുപ്രായത്തിൽ തന്നെ പഠിപ്പിക്കപ്പെടേണ്ടത്. സത്യമാണ് പഠിപ്പിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ഇത് സത്യത്തിന്റെ ആളുകൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. അസത്യത്തിന്റെ ആളുകളും ഇതേ പണി തന്നെയാണ് ചെയ്യുന്നത്. അവര് പഠിപ്പിക്കുന്ന, അവരുടെ കുട്ടികള് പിന്തുടരണം എന്ന് ആഗ്രഹിക്കുന്ന തരം സംഗതികൾ ചെറിയ പ്രായത്തിലെ പറഞ്ഞും വിശദീകരിച്ചു കൊടുത്തും ആ രീതിയിൽ ചിന്തിക്കുന്നവരാക്കി അവരെ മാറ്റുന്നുണ്ട്. അതിന് ഒരു ഔപചാരിക വിദ്യാലയത്തിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ക്രമത്തിന്റെ സ്വഭാവമോ രൂപമോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നേ ഉള്ളൂ. അച്ഛനായാലും അമ്മയായാലും മുത്തച്ഛനും മുത്തശ്ശിയും അതുപോലെ അയൽവാസികളും അധ്യാപകരും ഒക്കെ ആയിട്ടുള്ള ഒരു സമൂഹം കുട്ടികളെ ഏതോ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കാനും അല്ലെങ്കിൽ കാര്യങ്ങളെ നോക്കിക്കാണാനും പ്രേരിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് അവരുടെ ആശയ ലോകത്ത് മൗൾഡ് ചെയ്യുന്നത്. അത് മതവിദ്യാഭ്യാസം നൽകുന്ന ആളുകളുടെ മാത്രം ഒരു ഏർപ്പാടല്ല എന്ന് മനസ്സിലാക്കുക. മതവിദ്യാഭ്യാസം, മതത്തിൽ വിശ്വാസമുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അവര് സത്യമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു സംഗതി മക്കളെ പഠിപ്പിക്കും. ആ ദിശയിൽ നീങ്ങാനും സഞ്ചരിക്കാനും ഒക്കെ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ല. ലോകത്ത് ഏത് കാട്ടുകള്ളനും ചെയ്യണത് ഇതേ സംഗതി തന്നെയാണ്. അല്ലാതെ മക്കളെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തിയിട്ട് തന്റെ ആശയ ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത വിധത്തിൽ വളർന്നു വന്നതിന് ശേഷം ഒരു മുതിർന്ന ആളായിട്ട് പെട്ടെന്ന് അവരെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരികയല്ല ആരും ചെയ്യുന്നത്. എല്ലാവരും അവരുടെ അടിത്തറ വിശ്വാസപരമായോ അല്ലെങ്കിൽ അവരുടെ തൊഴിൽപരമായോ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അടിത്തറകൾ തന്നെയാണ് കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ പകർന്നു കൊടുക്കുന്നത്. മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഹെക്കാണെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ അവരെ അത് സ്ഥാപനങ്ങളിൽ പറഞ്ഞയച്ചുകൊണ്ടായാലും അല്ലെങ്കിലും പഠിപ്പിക്കുന്നുണ്ട്. അതിലെന്താണ് കുഴപ്പം? അതങ്ങനെ തന്നെയാണ് വേണ്ടത്. മറിച്ച് ഒരു അഭിപ്രായം ആർക്കാണ് പറയാൻ കഴിയുക? എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് ആശയങ്ങളും ദർശനങ്ങളും ആദർശവും ഒക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ആ വ്യത്യാസം ആളുകൾക്ക് തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ മറ്റൊന്നിലേക്ക് നീങ്ങാണ്. അള്ളാഹുവിനെയും നബിയെയും അംഗീകരിച്ച് വിശ്വസിച്ചില്ല എങ്കിൽ അനന്തകാലം നരകത്തിയോ എന്നാണ് ചോദ്യം. അപ്പൊ അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കാത്ത അവരിൽ വിശ്വസിക്കാത്തവർക്ക് അനന്തകാലം നരകത്തിയോ എന്നതാണ്. സൃഷ്ടികർത്താവായ ഒരു ദൈവം ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്നത് 100% ഉറപ്പ്. ഇത് ആർക്കാണ് ഉറപ്പ്?
ഈ ഉറപ്പ് പറയുന്ന ആൾക്ക് അതിന് എന്ത് പിൻബലമാണുള്ളത്? സൃഷ്ടികർത്താവിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് അയാൾക്ക് എന്താണ് അറിയാം? സൃഷ്ടികർത്താവ് ആരാണ്? എന്ത് പ്രകൃതമാണ്? അവൻ എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അവൻ മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്? എന്നിട്ട് അവസാനം സൃഷ്ടികർത്താവിന്റെ ലക്ഷ്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ ജീവിച്ച് മുന്നോട്ട് പോയി അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അനന്തമായ ശിക്ഷ ഒരു കാരണവശാലും നൽകുകയില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറപ്പ് കിട്ടിയത്? ഇതൊക്കെ വെറും അന്ധവിശ്വാസം നിങ്ങൾ വിളിച്ചു പറയല്ലേ? നിങ്ങൾക്ക് എന്ത് അടിത്തറയുണ്ട് ഈ കാര്യങ്ങൾ പറയാൻ? ഇതൊക്കെ നിങ്ങളുടെ വെറും മനസ്സിന്റെ തോന്നൽ മാത്രമാണ്. അതിനൊന്നും യാതൊരു പിൻബലവും ഇല്ല. അപ്പോ ഇത് മതത്തിൽ ആളെ ചേർക്കാൻ ഇറക്കിയ ഒരു തന്ത്രം മാത്രമല്ലേ എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് ആലോചിക്കാം, അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇങ്ങനെ പറയുമ്പോ നരകശിക്ഷയോ അല്ലെങ്കിൽ അനന്തമായ ശിക്ഷയോ ഒക്കെ തന്നെ ഉണ്ടാവുകയില്ല എന്ന് തറപ്പിച്ച് പറയാൻ ഭൂമിയിലെ ജീവിത സാഹചര്യങ്ങള് ഈ ഇദ്ദേഹത്തെയോ വേറെ ആരെയെങ്കിലുമോ പ്രേരിപ്പിക്കുന്നുണ്ടോ? ഭൂമിയിൽ തന്നെ ചിലപ്പോ ഇപ്പൊ നമ്മളുടെ യുദ്ധാന്തരീക്ഷത്തില് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മിസൈൽ വന്ന് പതിക്കുകയാണ് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ. നിങ്ങൾ കഴിയുന്ന ഒരു കെട്ടിടത്തിന്റെ മുകളിലാണ് അത് പതിക്കുന്നതെങ്കിൽ അവിടെ ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ നരകം തീർക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇതുപോലും നമ്മുടെ നിത്യജീവിതത്തിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോഴാണോ ദൈവിക നടപടി കൊണ്ട് ഒരു നരകശിക്ഷ നടപ്പിലാവുകയില്ല എന്ന ഒരു 100% ഉറപ്പ് ആയിട്ട് ഒരാൾ രംഗത്ത് വരുന്നത്? ഇവിടെ തന്നെ മനുഷ്യൻ നരകം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും സാധ്യതകൾ ഇവിടെ തന്നെ കാണുന്നുണ്ടെങ്കിൽ പടച്ച തമ്പുരാനും മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആത്യന്തിക നിലപാടുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയുകയില്ല എന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക? അതിന് എന്തുമാത്രം യാഥാർത്ഥ്യബോധം അതിനടിത്തറയായിട്ടുണ്ട് എന്നത് ആലോചിക്കാവുന്നതാണ്. അപ്പോ ഇത്തരം ഭീഷണികൾ ഒരു ദൈവവും ഉയർത്തില്ല. ദൈവത്തിന് വേറെ പണിയില്ലേ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇദ്ദേഹം ദൈവത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത് ഈ സംസാരം, ഈ എഴുത്തൊക്കെ കണ്ടാല്. ഈ ഒരു ദൈവവും ഇത്തരം ഭീഷണികൾ ഉയർത്തില്ല. എത്ര ദൈവങ്ങളുമായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ട്? ഏതൊക്കെ ദൈവങ്ങൾ ഇങ്ങനെയുള്ള ഭീഷണി ഉയർത്താൻ സാധ്യതയുണ്ട്? ഏതൊക്കെ ദൈവങ്ങൾ അങ്ങനെ ഭീഷണി ഉയർത്താൻ സാധ്യതയില്ല? ഈ ദൈവങ്ങൾ എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടത്തില് ശരിക്കും ദൈവം ആരാണ്? ഇതിനൊക്കെയുള്ള ഉത്തരം കണ്ടെത്തിയ ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. ദൈവത്തിന് അങ്ങനെ പണിയെടുത്ത് ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. അത് നിങ്ങൾക്ക് ദൈവം എന്താണ്, ദൈവത്തിന്റെ സാധ്യത എന്താണ് എന്നത് പോലും അറിയാത്തത് കൊണ്ട് മാത്രം പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇത് പരിഹസിക്കുന്നതിനും ആക്ഷേപം ഉന്നയിക്കുന്നതിനും ഒക്കെ അദ്ദേഹത്തിന് അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മപരമായി തന്നെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ദൈവം ഇത്രയും ക്രൂരനോ? ആരാധിക്കാത്തതിന് ഇത്രയും വെറുപ്പോടെ മനുഷ്യരെ കാണുന്ന ഒരു ദൈവമോ? ഇത് 47 മുതൽ 47, 48 ആയത്തുകളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെട്ടതാണ്. ദൈവം തന്നെ ആരാധിക്കാത്തതിന് ശിക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധന എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ച സംഗതി എന്താണ്? ഒരു ക്ഷേത്രത്തിലേക്ക് പോയി ഒരു ദൈവ രൂപം ഉണ്ടാക്കി വെച്ചതിന്റെ മുന്നിൽ തൊഴുത് നിൽക്കുന്ന, കൈകൂപ്പി നിൽക്കുന്ന ഒരു ആക്ഷനാണ് എങ്കിൽ അത് ഇസ്ലാമിലെ ആരാധനയുടെ ഒരു സ്വഭാവമല്ല. ഇസ്ലാമില് ഇബാദത്ത് എന്ന് പറയുന്ന, ആരാധന എന്ന് പറയുന്നത് ഈ പ്രപഞ്ച സ്രഷ്ടാവായ ദൈവത്തിന് വിധേയപ്പെടലാണ്. അങ്ങനെ വിധേയപ്പെട്ടുകൊണ്ട് ഒരാള് ആ മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അയാളുടെ നിത്യജീവിതത്തിൽ അയാളുടെ ആവശ്യത്തിനായിട്ടുള്ള സകല കാര്യങ്ങളും പോലും ഈ ആരാധനയുടെ ഭാഗം തന്നെയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നാണ് ഖുർആൻ പറയുന്നത്. ജിന്നുകളെയും മനുഷ്യരെയും അല്ലാഹു അവന് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പൊ മനുഷ്യന്റെയും ജിന്നുകളുടെയും ഒക്കെ ജീവിതത്തില് ഈ സാധാരണഗതിയിൽ ആരാധന എന്ന് തോന്നുകയില്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾക്കായിട്ട് ധാരാളം സമയം ചെലവഴിക്കുന്നുണ്ടല്ലോ.
അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് എന്ന് ഖുർആൻ പറയുമ്പോ മനുഷ്യ ജീവിതത്തിലെ സകല സംഗതികളും അള്ളാഹുവിന് ഒരാൾ സമർപ്പിക്കുന്നതോടുകൂടി അവന് വിധേയപ്പെടാൻ സന്നദ്ധനാകുന്നതോടുകൂടി അതൊക്കെ ഇബാദത്തായി മാറുകയാണ് എന്നാണ് എന്റെ സൂചന. അപ്പോ ആ വിധത്തില് ദൈവത്തിന് സമർപ്പിക്കാൻ സന്നദ്ധരല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ദൈവത്തെ ധിക്കരിക്കുന്നവരും ധിക്കാരികൾക്ക് അടിമപ്പെടുന്നവരും ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും നരകശിക്ഷക്ക് അർഹനാണ് എന്ന കാര്യം തന്നെയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നത് മനുഷ്യൻ അനിവാര്യമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് അവനെ സ്രഷ്ടാവായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവന് വിധേയപ്പെടുക എന്നത് അനിവാര്യമായും അവന്റെ സ്വഭാവത്തെ നിർണയിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യം ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിലെ എല്ലാ സംഗതികളും തന്നെയും അള്ളാഹുവിനുള്ള ആരാധനയാണ് അല്ലെങ്കിൽ ഇബാദത്താണ് എന്ന് കാണാൻ സാധിക്കും. ആ നിലക്കുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി നിർവഹിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ആ വിഭാഗത്തിൽ, ആ ഗണത്തില് കാണേണ്ടതായിട്ട് വരും. അപ്പോ ആ വിധേയത്വം നൽകാൻ കൂട്ടാക്കാതെ ഇരിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആള് സ്വാഭാവികമായിട്ടും അയാൾക്ക് നൽകപ്പെടുന്നത് നരകമാണ് എന്നത് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതില് ഒരുപാട് ആശയക്കുഴപ്പത്തിനൊന്നും സ്പേസ് ഇല്ല. മറ്റൊരു ചോദ്യം, കഴിഞ്ഞ ദിവസം യൻളുറൂന മിൻ തറഫി എന്ന് പരാമർശിക്കുന്ന ഒരു ഭാഗത്ത് എന്നതില് ഒളിക്കണ്ണുകൊണ്ടുള്ള നോട്ടം എന്ന് സൂചിപ്പിച്ചു. അതായത് കുറ്റവാളികളായിട്ട് അള്ളാഹുവിന്റെ മുന്നില് ഈ അന്ത്യനാളിനെ നേരിടേണ്ടി വരുന്ന ആളുകള് അവരുടെ മുന്നിൽ ശിക്ഷ സമർപ്പിക്കപ്പെടുമ്പോ അല്ലെങ്കിൽ നരകശിക്ഷ അവർ കാണാനിടയാകുമ്പോ അത് നേർക്ക് നേരെ നോക്കാനുള്ള ഒരു ധൈര്യം ഇല്ലാതെ അവര് കണ്ണുകളുടെ വശങ്ങളിലൂടെ നോക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ ഉപയോഗിച്ചൊരു പദം തർഫ് എന്നത്, അത് ഒളിക്കണ്ണ് കൊണ്ടുള്ള നോട്ടം എന്ന നിലക്ക് വ്യവഹരിക്കപ്പെടുന്നത് സംബന്ധമായിട്ടാണ് ഈ ചോദ്യം. ഈ ഒളികണ്ണ് എന്നതിനൊന്നും അതിൽ വാക്കില്ല. ഒരാള് കണ്ണുകൾ വിടർത്തി പൂർണ്ണമായി തുറന്ന് വികസിപ്പിച്ചുകൊണ്ട് നോക്കുമ്പോൾ അത് നേരിട്ടുള്ള നോട്ടമാണ്. എന്നാൽ ചില സംഗതികൾ അങ്ങനെ നോക്കാൻ നമ്മൾ പല കാരണങ്ങളാലും സന്നദ്ധരാവാറില്ല. കണ്ണ് വിടർത്തി നേർക്ക് നേരെ നോക്കുക എന്നതിന് അതില് ഒരു ആത്മവിശ്വാസം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. നമ്മള് അതില് ഒരു ആനന്ദമോ അല്ലെങ്കിൽ അഭിമാനബോധമോ ഉള്ള വിധത്തിലാണ് അങ്ങനെ കാര്യങ്ങൾ നോക്കുന്നത്, കണ്ണ് വിടർത്തി നോക്കുന്ന. എന്നാല് കാണാൻ നമ്മള് ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് എന്നത് മറ്റുള്ളവരാ കാണുന്നത് നമ്മൾ ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ നമ്മൾ കാണാൻ ഭയക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ കണ്ണ് പൂർണ്ണമായി അങ്ങ് തുറക്കാതെ കണ്ണിന്റെ വശങ്ങളിലൂടെ ഭാഗികമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഗതിയുണ്ട്. കുട്ടികളും ഒക്കെ തന്നെ പലപ്പോഴും കളിയുടെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്ന കാണാം. മുതിർന്ന ആളുകള് ഈ കാണാൻ ഒന്നുകിൽ ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്തത്, കാണാൻ ഭയപ്പെടുന്നതൊക്കെയായ സംഗതികൾ നോക്കുന്ന ഒരു രീതി, അത് കണ്ണിന്റെ വശത്തൂടെ ഭാഗികമായിട്ടുള്ള കാണാൻ ശ്രമിക്കലാണ്. ഇത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ തൊറഫ് എന്ന പദം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നേരത്തെ ഖുർആനില് അഖ്മിസ്സലാത്ത തൊറഫൈൻ നഹാർ എന്ന് പറയുന്ന ഒരു പ്രയോഗം വിശദീകരിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പകലിന്റെ 2 ഘട്ടങ്ങൾ എന്നാണ് അവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കണ്ണിന്റെ വശത്തൂടെ ഒളികണ്ണിട്ട് നോക്കുക എന്നുള്ള അർത്ഥം കിട്ടുന്ന വിധത്തിലല്ല. തൊറഫൈ എന്ന് പറഞ്ഞ 2 ഘട്ടങ്ങൾ എന്ന അർത്ഥത്തിലാണ് അവിടെ വ്യവഹരിക്കപ്പെട്ടിരുന്നത്. അപ്പോ ചോദ്യം ഇതാണ്, തൊറഫ് എന്ന വാക്കിന് ഘട്ടങ്ങൾ എന്ന് അർത്ഥമുള്ള വേറെ വല്ല സന്ദർഭങ്ങളും ഖുർആനിലുണ്ടോ എന്നതാണ്. അപ്പൊ ഞാനത് പരിശോധിച്ചു. ഈ വാക്ക് ഖുർആനിൽ 7 തവണയാണ് തൊറഫ് എന്ന വാക്ക് ഉപയോഗിച്ചതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അതില് ചിലത് ഇവിടെ പറഞ്ഞ പോലെ കണ്ണിന്റെ വശത്തൂടെ നോക്കുന്ന ഈ കണ്ണിന്റെ ഈ ഐലിഡ്സിന്റെ ഈ 2 എൻഡ് ഉണ്ട്. അത് ആ ബാഹ്യമായ ഭാഗവും എൻഡും അതുപോലെ കണ്ണിന്റെ കേന്ദ്രത്തിലേക്ക്
ഉള്ള ആ എൻഡ്. ഇതിലേതെങ്കിലും ഒരു എൻഡിലൂടെ എന്ന് സൂചിപ്പിക്കുന്ന അർത്ഥത്തിൽ തൊറഫ് ഒരു രണ്ടോ മൂന്നോ ആയത്തുകളിൽ ഉപയോഗിച്ച് കാണാൻ കഴിയും. അതേപോലെ ചില ആയത്തുകളിൽ ഇത് ഘട്ടം, ഭാഗം എന്നൊക്കെയുള്ള അർത്ഥത്തിലും വേറെ ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്ത് ആലി ഇമ്രാനിലെ 127 ആയത്തില് മിനല്ലദീന കഫറു എന്ന് കാണാം. നിഷേധികളുടെ ഒരു ഭാഗം മുറിച്ചു കളയുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അറുത്തു മാറ്റുന്നതിനു വേണ്ടി എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. നിഷേധികളുടെ സമൂഹത്തിന്റെ ഒരു ഭാഗം അങ്ങ് അടർത്തി മാറ്റുന്ന കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ ഘട്ടം അല്ലെങ്കിൽ ഭാഗം, വിഹിതം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ കൂടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തൊറഫൈൻ നഹാർ എന്നത് അഖ്മി സ്വലാത്ത, ഈ തൊറഫൈൻ നഹാർ എന്ന ആ പ്രയോഗം അത് അറ്റം ആവണമെന്ന യാതൊരു നിർബന്ധവും ഇല്ല. ഘട്ടം അല്ലെങ്കിൽ ഫേസസ് എന്ന നിലക്ക് മനസ്സിലാക്കുന്നതിന് സാധ്യത ഈ പദത്തിന്റെ ഖുർആനിൽ തന്നെയുള്ള സൂചനയിൽ നിന്ന് അല്ലെങ്കിൽ ഖുർആനിൽ തന്നെയുള്ള പ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടു നിലക്കും ഈ പദം വിശുദ്ധ ഖുർആനകത്ത് തന്നെ ഉപയോഗിച്ചതായിട്ട് കാണാം. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യരുടെ കാര്യങ്ങൾ പരസ്പര ആലോചന വഴി തീരുമാനിക്കണമെന്ന് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ഷൂറയിലൂടെ ഈ സൂറത്തിലെ 38 ആയത്തിൽ പരാമർശിക്കുന്ന വിധത്തിൽ വംറുഹും ഷൂറ ബൈനഹും എന്നുള്ള പ്രയോഗത്തിൽ അടങ്ങിയിട്ടുള്ള വിധത്തില് പരസ്പരമുള്ള ആലോചനയിൽ, കൂടിയാലോചനയിൽ തീരുമാനിക്കണം മനുഷ്യരുടെ കാര്യങ്ങൾ എന്നുള്ള ഇത് ഖുർആൻ പറയുമ്പോൾ ഭരണാധികാരം അല്ലെങ്കിൽ സമൂഹ തീരുമാനങ്ങൾ ഒരാൾക്കോ ചെറിയ ഗ്രൂപ്പിനോ മാത്രം കേന്ദ്രീകരിക്കുന്നത്, മതാധികാരികൾക്ക് മാത്രം തീരുമാനാവകാശം നൽകുന്നത് ഖുർആനിക വിരുദ്ധമല്ലേ എന്നതാണ് ചോദ്യം. ഇതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിക സമൂഹം നമ്മുടെ കേരളത്തിലേക്ക് പോലെയുള്ള അവസ്ഥയിൽ ഇപ്പോ പല സംഘങ്ങളായി മാറിയിരിക്കുകയാണ്. പല സംഘടനകളുടെയും നേതാക്കന്മാരുടെയും കീഴിലായിട്ടുള്ള സംഘങ്ങളായിട്ട് ഇസ്ലാമിക സമൂഹം ഒരൊറ്റ ഉമ്മത്താണ്, ഒറ്റ സമുദായമാണ് എന്നാണ് ഖുർആൻ വ്യക്തമായും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ഏകസ്വരത്തിലുള്ള തീരുമാനം ഉണ്ടാകുന്നതിന് ഒരു കൂടിയാലോചനക്കുള്ള സംവിധാനം വേണം. എന്നിട്ട് കൂടിയാലോചനയുടെ ഫലമായി അതില് കൂടുതൽ ആളുകൾക്കും ശരിയായി ബോധ്യപ്പെടുന്ന സംഗതിയെ തീരുമാനമായി എടുക്കുകയും അതിനെ എല്ലാവരും പിന്തുണക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പോ ഇവിടെ ഒരുപാട് ഉമ്മത്തായി മാറിയ ഒരു അവസ്ഥയാണുള്ളത്. ഓരോ സംഘത്തിനും അവരുടെ കൂടിയാലോചനയും അവരുടെ ആളുകളുടെ വിലയിരുത്തലും ഒക്കെയാണ് മാനദണ്ഡമായിട്ട് മാറുന്ന ഒരവസ്ഥ നിലവിലുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ ഖുർആന്റെ നിർദ്ദേശത്തിനോട് ഒട്ടും യോജിക്കുന്നതല്ല. അത് ഭരണാധികാരികളുടെ നടപടിക്രമമായാലും സംഘടനകളുടെ നടപടിക്രമമായാലും ഇങ്ങനെയല്ല ഇസ്ലാമിക സമൂഹത്തെ കുറിച്ചുള്ള ഖുർആൻ വരച്ച് കാണിക്കുന്ന ഒരു ചിത്രം. അവർക്ക് പൊതുവായ ഒരു കൂടിയാലോചനാ സമിതിയും കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു സംവിധാനവും ഒക്കെ വേണ്ടതുണ്ട്. അത് കൂടിയാലോചന എന്ന പേരിൽ ഭരണാധികാരി നിശ്ചയിച്ച ചില ആളുകളെ കൂടിയാലോചനാ സമിതി എന്ന നിലക്ക് പേരിട്ട് വിളിച്ചുകൊണ്ട് അവരുമായി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ചില രീതികൾ ഇസ്ലാമിക ലോകത്ത് ചില നാടുകളിലൊക്കെ ഉണ്ട്. ഇപ്പൊ സൗദി അറേബ്യയിൽ ഉദാഹരണത്തിന് ഭരണാധികാരിയെ കൂടിയാലോചനയുടെ ഫലമായിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ അത് ജനങ്ങളൊന്നും അറിയുന്നൊന്നുമില്ല. അത് ആ ഭരണ സംവിധാനം അല്ലെങ്കിൽ രാജകുടുംബം തെരഞ്ഞെടുത്ത് അവര് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു ശൂറ, ഒരു കൂടിയാലോചനാ സമിതി എന്ന് പേരിട്ട് വിളിക്കുന്ന. ഇതില് പൊതുജനങ്ങൾക്കോ അവിടെയുള്ള ബഹുജന സാമാന്യത്തിനോ എന്തെങ്കിലും പങ്കുള്ളതായിട്ട് അവർക്ക് വല്ല അഭിപ്രായത്തിനും ഒരു സ്പേസ് ഉള്ളതായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഖുർആൻ പരാമർശിക്കുന്ന ശൂറ എന്ന സംവിധാനത്തിനോട് നീതി പുലർത്തുന്നതായിട്ടും കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ തീരുമാനാവകാശം ഇത് കേവല മതാധികാരികൾക്ക് അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിന്റെ ഒരു
അകത്ത് അതിനെ കൈയടക്കി വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു സമിതി ഒക്കെയാണ് അധികാരം കൈയടക്കുന്നത് എന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം പാലിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടിയല്ല. അത് ആ നിർദ്ദേശത്തെ ലംഘിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടിയായിട്ടേ അത് കാണാൻ കഴിയുള്ളൂ. കാരണം അതിന്റെ ചൈതന്യം ഇസ്ലാമിക സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളതും, അതുപോലെ തീരുമാനങ്ങള് നിശിതമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് അത് അബദ്ധരഹിതമാക്കി മാറ്റുവാനുള്ള ഒരു താല്പര്യമൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ അതൊന്നും റിയലൈസ് ചെയ്യുന്ന വിധത്തിലല്ല ഈ കാര്യങ്ങൾ ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നത് ഈ രീതികളിൽ നടക്കുമ്പോൾ. അതാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നൽകുന്ന ഒരു പ്രതികരണം. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. മതാധികാരികൾക്ക് മാത്രം തീരുമാനാവകാശം നൽകുന്നത് ശൂറയുടെ അഭിപ്രായത്തിന് വിരുദ്ധം എന്ന് വിമർശിക്കുമ്പോൾ അതിനെ ഖുർആനികമായി ചോദ്യം ചെയ്യാൻ ശക്തമായ അടിസ്ഥാനമുള്ളപ്പോൾ തീരുമാനം എന്തായിരിക്കും എന്നാണ് ഇതിലെ ചോദ്യത്തിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മതാധികാരികൾക്ക് തീരുമാനമെടുക്കാൻ അത് ഏകപക്ഷീയമായിട്ടുള്ള അവരുടെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു ശൂറ സംവിധാനം അത് ഏതായാലും ഖുർആൻ നിർദ്ദേശിക്കുന്ന ശൂറ സംവിധാനത്തിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്ന ഒരു സംഗതിയാണെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അത് അവസാനിപ്പിക്കുകയാണ്. അതിന്റെ പിന്നെ എന്തായിരിക്കും തീരുമാനം എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന്റെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. മറ്റൊന്ന്, മക്കയിലേക്ക് വരുന്നതും പോകുന്നതുമായ വണിസംഘങ്ങളെ തുടർച്ചയായി ആക്രമിച്ചിരുന്നില്ലേ? അതെന്തായിരുന്നു? അത് അക്രമപരമായിരുന്നില്ലേ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം. ഇസ്ലാമിലെ പ്രതിരോധ സംവിധാനത്തിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും അതുപോലെ പോരാട്ടത്തിനുള്ള നിർദ്ദേശം നൽകപ്പെട്ട സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ അക്രമത്തിന് ഇരയായതിന്റെ പേരിലാണ് പ്രതിരോധിക്കാനും ചെറുത്തു നിൽക്കാനും ഒക്കെയുള്ള നിർദ്ദേശം നൽകപ്പെട്ടിട്ടുള്ളത്. അത് ഈ സൂറത്തിൽ തന്നെ നമ്മൾ പഠന വിധേയമാക്കിയ ഒരു ആയത്തില് പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാര്യം പറഞ്ഞ ഒരു സന്ദർഭത്തിലാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത് മക്കയിലേക്ക് വരുന്നതും പോകുന്നതുമായ സംഘങ്ങളെ, കച്ചവട സംഘങ്ങളെ മദീനയിലേക്ക് ഹിജ്റ പോയ മുസ്ലിങ്ങൾ ആക്രമിക്കുകയുണ്ടായിട്ടില്ലേ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും അത് ചരിത്രത്തിന്റെ തുടക്കമായിരുന്നില്ല. മക്കയിലെ ആളുകള് വളരെ കൂടുതലായിട്ട് ദ്രോഹിച്ചതിന്റെ പേരിലാണ് മുസ്ലിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നത്. ഹിജ്റ പോയി മദീനയിൽ താമസമായി തുടങ്ങിയ ഘട്ടത്തിൽ പോലും പിന്നെയും മക്കക്കാര് പല വിധത്തിലുള്ള ദ്രോഹങ്ങളും ചെയ്യാൻ വേണ്ടി പല രഹസ്യ ഒത്തുചേരലുകളും നടത്തുന്നുണ്ട്, പലതും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഘട്ടത്തില് മക്കക്കാരായ ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്ന ആളുകള് സിറിയയിലേക്കും മറ്റും കച്ചവട ആവശ്യത്തിന് പോയി മടങ്ങുന്ന ഘട്ടത്തിൽ മദീന വഴി പാസ് ചെയ്യുമ്പോൾ ആ പരിസരത്ത് അവരെ പതിയിരുന്ന് നേരിട്ടതും അവരുമായി സംഘട്ടനം ഉണ്ടായതും ഒക്കെയാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. യുദ്ധത്തിന്റെ നയപരതയും തന്ത്രവും ഒക്കെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ വിഷയം. ശത്രുവാണ് അവർ, ഇസ്ലാമിക സമൂഹത്തിന് വലിയ ദ്രോഹം ചെയ്തുകൊണ്ടിരുന്നവരാണ്, ഇപ്പോഴും അവസരം കാത്തിരിക്കുന്നവരാണ് എന്നത് അവിടെ പ്രത്യേകിച്ച് ആരും പറയേണ്ടതില്ലാതെ തന്നെ സ്ഥാപിതമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അത്തരം അവസരം കിട്ടുമ്പോഴൊക്കെ ഇസ്ലാമിക സമൂഹത്തിനെ ആക്രമിക്കാൻ വേണ്ടി കോപ്പുകൂട്ടി നിൽക്കുന്ന ആ സമൂഹത്തെ നേരിടാൻ ഈ ഇസ്ലാമിക സമൂഹം, മദീനയിലെ ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും യോജിച്ച ഒരു സമയമാണല്ലോ അവർ തെരഞ്ഞെടുക്കുക. അത് അങ്ങനെയുള്ളൊരു അവസരം അവർ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് തന്നെയാണ് വേണ്ടതും. യുദ്ധം എന്ന് പറഞ്ഞാൽ വെറുതെ പോയി തോറ്റു കൊടുക്കലോ അല്ലെങ്കിൽ ശത്രുവിന്റെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെടലോ അല്ലല്ലോ.
അത് ശത്രുവിനെ വേണ്ട വിധത്തിൽ നേരിടുകയും പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്യാൻ വേണ്ട ഒരു സംഗതിയാണ്. അതിനു വേണ്ട എല്ലാ തന്ത്രങ്ങളും എല്ലാ ഏറ്റവും ഉചിതമായ അവസരമൊക്കെയാണ് അതിന് കണ്ടെത്തുക. അത് ഏത് തലക്ക് വെളിവുള്ള ആരും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. യുദ്ധത്തിൽ തോറ്റു കൊടുക്കാൻ ഏറ്റവും വൾണറബിൾ ആയി മാറുന്ന ഒരു അവസരത്തിൽ ശത്രുവിനെ പോയിട്ട് ആരെങ്കിലും ആക്രമിക്കുക, അങ്ങനെയല്ല ഉണ്ടാവുക. ശത്രുവിനെ വീഴ്ത്താൻ പറ്റുന്ന, പരാജയപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമാവുന്ന സമയം അല്ലെങ്കിൽ സന്ദർഭം അല്ലെങ്കിൽ സ്ഥലം ഒക്കെയാണ് തെരഞ്ഞെടുക്കുക. അത് തന്നെയാണ് ഇവരും ചെയ്തിട്ടുള്ളത്. മക്കാര് ഇവരോട് ദ്രോഹം ചെയ്തിരുന്നില്ല എന്നോ ശത്രുതയോ പകയോ ആയിട്ട് നടന്നിരുന്നില്ല എന്നോ അവസരം കാത്ത് അവരുമായി ഏറ്റുമുട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ലല്ലോ. അതങ്ങനെ തന്നെയാണ് ഉള്ളത്. ആ സന്ദർഭത്തില് അവരെ നേരിടാനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു സമയം ഇസ്ലാമിക സമൂഹം തെരഞ്ഞെടുത്തു എന്നത് ശരിയാണ്. ബുദ്ധി ഉണ്ട് അവർക്ക്, അതുകൊണ്ടാണ് അങ്ങനെ. അല്ലെങ്കിൽ തോറ്റു കൊടുക്കാൻ വേണ്ടിയല്ല ചെല്ലുക, അങ്ങനെയല്ല. അവരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇവര് അതിന് പറ്റിയ സമയം തെരഞ്ഞെടുത്തതും അതിന് പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തിയതും ഒക്കെ തന്നെ. അത് യുദ്ധത്തിന് നല്ല തന്ത്രവും നയവും അതുപോലെ തന്നെ കൗശലമൊക്കെ കാണിച്ചാലേ യുദ്ധം വിജയിക്കുള്ളൂ. അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ല അത്. അപ്പോ ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ബാലിശമായ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് വിഷയത്തിൽ ഗൗരവവും കുറക്കും വിഷയത്തിന്റെ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം എല്ലാവരോടുമായിട്ട് ഒരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ബാലിശമായ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക, ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ തീർത്തും ഉപേക്ഷിക്കുക. ആവശ്യമുള്ളതും യുക്തിപരമായതും അതുപോലെ നമുക്ക് വൈജ്ഞാനികമായ പ്രയത്നങ്ങൾക്ക് ഫലം ചെയ്യുന്നതുമായ തരം ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക എന്നൊരു രീതി എല്ലാവരും സ്വീകരിക്കുക. ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാഗികമായിട്ടെങ്കിലും അതൊന്ന് പരാമർശിച്ചങ്ങ് പോവുക എന്നതാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പിന്തുടരുന്ന ഒരു രീതി. അത് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ആവർത്തിച്ചു വരുന്നതിന് വളരെ പരിമിതമായിട്ടുള്ള പ്രതികരണമേ ലഭിക്കുകയുള്ളൂ എന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. മറ്റൊന്ന്, ഇസ്ലാമിന്റെ ധാർമ്മിക മൂല്യങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റമുണ്ടാകുന്ന കാര്യം ജനസമൂഹങ്ങള് അപ്പോ ആദ്യ തലമുറയില് സഹോദരനും സഹോദരിയും തമ്മിൽ വിവാഹം ചെയ്യുന്ന കാര്യത്തില് പിന്നീട് അത് നിർത്തലാക്കപ്പെട്ടത് എന്ന ഒരു സംഗതിയിലും വ്യക്തമാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറി മറിയുന്നു എന്നതിന് ഈ ഒരു സംഗതി ശക്തമായ ഒരു സൂചനയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യ തലമുറ ആദമിന്റെയും ഹവയുടെയും മക്കള് പരസ്പരം ആണും പെണ്ണും വിവാഹം ചെയ്യുന്ന ഒരു നടപടി അന്ന് അനുവദനീയമായിരുന്നല്ലോ എന്നുള്ളത്. അത് പടച്ച തമ്പുരാന്റെ ഒരു തീരുമാനമാണ്. അവന്റെ ഇച്ഛയുടെയും അവന്റെ മശീഅത്തിന്റെയൊക്കെ ഭാഗമായിട്ട് നിർദ്ദേശിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഈ സഹോദരന്മാരും സഹോദരിമാരും പരസ്പരം വിവാഹിതരാകുന്ന ഒരു സാധ്യത മാത്രമേ അക്കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. ആരും ഏത് പുരുഷനും ഏത് സ്ത്രീയുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടാലും വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിലേക്കൊക്കെ അവരെത്തും. അതിന് സംശയമൊന്നുമില്ല. അവർക്ക് മക്കളും ഉണ്ടാകും. അത് ബന്ധങ്ങള് അതിന്റെ ധാർമ്മികത പരിഗണിച്ചാലും ഇല്ലെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിൻ്റെതായ ഫലങ്ങൾ ഉണ്ടാകും, മക്കളുണ്ടാകും, ഈ വക സംഗതികളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതില് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങള് മനുഷ്യന് പാലിക്കപ്പെടാൻ വേണ്ടി ഇത്തരം ബന്ധങ്ങളുടെ കാര്യത്തിൽ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തില് ആദമിന്റെ മക്കൾ മാത്രമേ ഉള്ളൂ, ആണായും പെണ്ണായും. അപ്പോ അവർക്കിടയിലുള്ള വിവാഹത്തിന് അള്ളാഹു ആ ഘട്ടത്തിൽ നിശ്ചയിച്ചിരുന്ന ഒരു വിവാഹ സംബന്ധമായ നിയമങ്ങള് പിൽക്കാലത്ത് ആ നിയമങ്ങൾ ആവശ്യമില്ലാത്ത വിധത്തിൽ മനുഷ്യ സമൂഹം പെരുകിയ ഒരു ഘട്ടത്തില് അതിന് അള്ളാഹു മറ്റൊരു സംവിധാനം ഉണ്ടാക്കുകയും വിശുദ്ധ ഖുർആനിലൊക്കെ സൂചിപ്പിച്ച വിധത്തില് ആരെയൊക്കെ വിവാഹം ചെയ്യാം, ആരെയൊക്കെ വിവാഹം ചെയ്യാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള വ്യക്തമായ തെളിമയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഇതെന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് അള്ളാഹു അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നതാണ് ഉത്തരം.
അതിനുള്ള ചില യുക്തിയൊക്കെ നമുക്ക് ആലോചിച്ച് കണ്ടെത്താൻ സാധിക്കും. വിവാഹം അടുത്ത ബന്ധുക്കൾ തമ്മില്, ഈ സഹോദരി സഹോദരന്മാര് പോലെയുള്ള വളരെ അടുത്ത രക്തബന്ധത്തിലുള്ളവർ തമ്മില് വിവാഹം ചെയ്യുന്നത് പല പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടാവുന്നുണ്ട് എന്ന കാര്യം പല ശാസ്ത്രീയ പഠനങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ അതിന്റെ യുക്തിപരമായ തലങ്ങളായിട്ട് അവയുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാകും. പക്ഷെ അതൊക്കെയാണ് കാരണം എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. അത് നമ്മൾ അനുമാനിക്കുന്ന കാരണങ്ങളാണ്. ശരിയാവാം, അല്ലെങ്കിൽ ചിലതൊക്കെ വേണ്ടത്ര ശരിയല്ലാത്ത നിഗമനങ്ങളും ആകാം. അപ്പൊ ഇത് അള്ളാഹുവിന്റെ കൽപ്പന എന്ന ഒരൊറ്റ സംഗതിയെ ഇതിൽ അടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ വ്യഭിചാരവും വിവാഹത്തിലുള്ള ലൈംഗിക ബന്ധവും തമ്മില് ഫലത്തിൽ എന്താണ് വ്യത്യാസമുള്ളത്? വ്യഭിചാര വൃത്തി എന്ന് പറയുന്നതും അതുപോലെ വിവാഹം ചെയ്യാത്ത ആളുകൾ പരസ്പരം തമ്മില് ശാരീരിക ബന്ധം ഉണ്ടാകുന്നതും തമ്മില് വിവാഹവും വിവാഹേതര ബന്ധങ്ങളും ഇത് രണ്ടും തമ്മില് ആക്ച്വൽ നടപ്പിലാവുന്ന സംഗതിയിൽ പറയത്തക്ക വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഒന്ന് അള്ളാഹു നിഷ്കർഷിച്ച അള്ളാഹു പഠിപ്പിച്ച വ്യവസ്ഥക്ക് വിധേയമായിക്കൊണ്ട് ആണ് നിർവഹിക്കപ്പെടുന്നത്, മറ്റത് അങ്ങനെ അല്ല എന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കും, ആര് ധിക്കരിക്കും എന്നത് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണല്ലോ ജീവിതം എന്നൊരു സംഗതി എന്ന് അള്ളാഹു രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ലി അബ്ലുവക്കും എന്നാണ് അള്ളാഹു അതിനെ കുറിച്ച് പറയുന്നത്. അപ്പോ ഖലഖൽ മൗത വൽ ഹയാത്ത ലി അബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അപ്പോ കർമ്മങ്ങളിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നത് ഇഹ്സാനും അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് അതിന് വിരുദ്ധമായതുമാണ് എന്നതാണ് വസ്തുത. അതിന് അള്ളാഹുവിന്റെ യുക്തി തലത്തിലുള്ള ചില ന്യായങ്ങളും കാരണങ്ങളും ഒക്കെ അത്തരം നിയമങ്ങൾ നൽകുന്നതിന് ഉണ്ടാവാം. പക്ഷെ ആ യുക്തി ഉള്ളത് കൊണ്ട് ആണ് ഈ നിയമങ്ങൾ നൽകപ്പെട്ടത് എന്ന് പറയാൻ വയ്യ. അള്ളാഹു ചില നിയമങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നിയമങ്ങൾ പാലിക്കുക എന്നതാണ് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ അംഗീകരിക്കുന്നവര് ആ നിയമങ്ങൾ പാലിക്കാൻ അതിന് ചില യുക്തിപരമായ ഭദ്രമായ തലങ്ങളുണ്ട് എന്നത് ബോധ്യപ്പെടണമെന്നൊന്നുമില്ല. അത് അന്വേഷിക്കുകയും ബോധ്യപ്പെടുകയൊക്കെ ചെയ്യാം, അതിനൊന്നും തടസ്സമില്ല. പക്ഷെ ആ ബോധ്യപ്പെട്ടില്ല എന്നതിന്റെ പേരിൽ അള്ളാഹു നൽകിയ ഒരു നിർദ്ദേശത്തെ ലംഘിക്കുക എന്നത് അള്ളാഹുവിൽ വിശ്വാസമുള്ള അവന് വിധേയപ്പെടുന്ന ആളുകൾ സന്നദ്ധരാകുന്ന ഒരു കാര്യമല്ല. അപ്പോ അത്രയേ ഉള്ളൂ. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ തീരുമാനം പാലിക്കാൻ വിശ്വാസികള്, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവര്, അള്ളാഹുവിന് വിധേയപ്പെടുന്നവര് ബാധ്യസ്ഥരുമാണ് എന്നത് മാത്രമാണ് അത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്ത് ശൂറയുടെ പഠനം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസം സൂറത്ത് സുഖ്റഫിന്റെ പഠനത്തിലേക്ക് നീങ്ങാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.